ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ക്രോഷറ്റ് ബോ ഉണ്ടാക്കിയാലോ. ബോ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. മെയിനായിട്ടൊരു സ്റ്റെപ്പേ ഉള്ളൂ, അത് തന്നെ റിപ്പീറ്റേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് 21 ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് 21 ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, രണ്ടാമത്തെ ചെയിനിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്യണം. മൊത്തത്തിൽ സിംഗിൾ ക്രോഷ്യ. ഓക്കെ, സിംഗിൾ ക്രോഷ്യ എല്ലാത്തിലും ചെയ്യണം. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്യലെന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് യാനെ പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് വീണ്ടും യാൻ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലേക്കൂടെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം. ആദ്യം ചെയിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് യാനെ പുറത്തേക്ക് വലിച്ച് പിന്നെ യാൻ ഓവർ ചെയ്ത് ആ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലേക്കൂടെ ഒന്നെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ചെയിൻ മൊത്തം അങ്ങത്തോളം ചെയ്യണം. അങ്ങത്തോളം ചെയ്യുമ്പോൾ നമുക്ക് 20 ചെയിൻ ആയിരിക്കും ചെയ്യാനുണ്ടാവും. എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ സ്കിപ്പ് ചെയ്തല്ലോ. അപ്പോൾ അത് ഇവിടം വരെ ചെയ്തിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ വെച്ചാൽ വീണ്ടും ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം സെയിം സ്റ്റെപ്പാണ്, ത്രൂ ഔട്ട് ഒരേ സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ നമുക്ക് വേണ്ടതിനനുസരിച്ച് ചെയിൻ വേണമെങ്കിൽ 21 ഉള്ളത് കൂട്ടാം, അല്ലേ കുറക്കണമെങ്കിൽ കുറക്കാം. അപ്പം അതിൻ്റെ സൈസ് ചേഞ്ച് ആവും. അതേപോലെ ഈ റോ ഇപ്പം ഞാനൊരു 4 റോസാണ് ചെയ്തത്. അതേപോലെ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ റോ പിന്നെയും കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇപ്പം ഇത് അടുത്ത റോ ആണ്. അതിലും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വി കാണുന്ന എല്ലാത്തിലും ചെയ്യണം. ആദ്യം ഒരു ചെയിൻ ചെയ്ത് പിന്നെ ഒരു ചെയിൻ വിട്ട് അടുത്തതിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഓക്കെ, സംഭവം വളരെ ഈസിയാണ്. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇത് സിംഗിൾ ക്രോഷ്യ ആയതുകൊണ്ട് വലിയ ഇഷ്യൂസും ഇല്ല. എത്ര റൗണ്ട് വേണമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാനില്ല. ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക, യാനെ പുറത്തേക്ക് എടുക്കുക, യാൻ ഓവർ ചെയ്യുക, പിന്നെ ആ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലേക്കൂടെ ഒന്നെടുത്ത് ഒരു ചെയിൻ ആക്കുക. അങ്ങനെ ഇത് മൊത്തം ഇത്ര വരെ ചെയ്യാം. അപ്പം നമ്മൾ 3rd റോ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇതുപോലെ നമുക്ക് 2 പെയർ വേണം. ഇതിപ്പോൾ ഞാൻ ഒന്നിൻ്റെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. മറ്റേത് നിങ്ങൾ ഇതുപോലെ സെയിം പ്രൊസീജിയറിൽ ചെയ്തിട്ട് എടുത്തു വെച്ചാൽ മതി. അപ്പോൾ ഇത് സെയിം പോലെ ഫസ്റ്റ് ചെയിൻ ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു ചെയിൻ വിട്ടിട്ട് നെക്സ്റ്റ് ചെയിൻ തൊട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇത് സംഭവം ഈസി ആയതുകൊണ്ട് ആയിരിക്കും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അധിക ടൈമൊന്നും വേണ്ട. പിന്നെ കളറ് നിങ്ങൾക്ക് ഇഷ്ടമില്ല കളറ് എടുക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്തത് എക്രിലിക് യാനാണ്. പിന്നെ കളർ യെല്ലോ എടുത്ത്, നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമില്ല കളർ ചെയ്താൽ അങ്ങനെ ചെയ്യാം. പിന്നെ യാൻ എടുക്കുമ്പം നോക്കണം, അതിൻ്റെ കട്ടി അനുസരിച്ച് നിങ്ങളെ ബോ ചെറുതാവാനും വലുതാവാനും ചാൻസ് ഉണ്ട്. അപ്പം ഇതൊരു മീഡിയം യാനാണ്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു സൈസ് കിട്ടും. നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ ചെറിയ ടൈപ്പ് യാൻ കിട്ടും, അത് നോക്കിയിട്ട് ചെയ്താൽ മതി.
എന്നിട്ട് ഇതിപ്പോൾ നെക്സ്റ്റ് 5th റോ ഞാൻ ചെയ്യാൻ പോവാം. ഈ ഒരു റോവും കൂടി ആയാൽ ഞാൻ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഒരു പെയറും കൂടി ഇതുപോലെ ആക്കിയാൽ 2 സെറ്റ് കിട്ടി. പിന്നെ കുറച്ച് ഇത് ത്രെഡിങ്ങും നീഡിൽ വെച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി ഇനിയൊന്നും ഇത് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇതും മൊത്തം അങ്ങനെ ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ 2 ചെയിൻ ഞാനതുപോലെ ഇത് പേരങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചെയിൻ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് ആ പേർന്ന് ഒരു പേർ എടുത്തിട്ട് അതിന് 2നെയും കൂടി മെർജ് ചെയ്യാം. അതായത് 2 എൻഡും കൂടി കൂട്ടിക്കിട്ടാം. എന്നിട്ടൊരു സർക്കിൾ രൂപത്തിലാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു നീഡിൽ വെച്ച് അത് 2ഉം സ്റ്റിച്ച് ചെയ്യണേ. അതിനെ 2നെയും കൂടി ഒന്നാക്കുന്നത്. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ അറ്റം 2 എൻഡും കൂടെ കെട്ടി വെച്ചാൽ മതി. രണ്ടറ്റം ഇനി ഒരു കെട്ടിട്ടിട്ട് സെക്യൂറാക്കാം. 2 സൈഡും കൂടി അത് കെട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ കെട്ടിയ ആ ഭാഗം ഈ മൊത്തത്തിൻ്റെ മിഡിലോട്ടാക്കി വെച്ച് ആ മിഡിലിൽ നമ്മൾ ബാക്കി വന്ന ഇതില്ലേ, അല്ലേ പുതിയ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. ആ ബാക്കി വന്ന യാൻ വെച്ചിട്ട് അത് ജസ്റ്റ് അതിനെ കുറച്ച് മിഡിൽ കുറച്ച് ടൈറ്റായി സൈഡ്, അതായത് ഈ ബട്ടർഫ്ലൈയുടെ വിങ്സില്ലേ ആ ഒരു രൂപത്തിലേക്ക് ആക്കണം. മിഡിൽ നല്ല ടൈറ്റായിട്ട് കിടക്കട്ടെ, എന്നാലേ മറ്റേ 2 സൈഡും ഫ്രീ ആയിട്ട് വിടാം. ഈ ബാക്കി വന്ന ത്രെഡ് ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിടുന്നുണ്ട്. അല്ലേ പിന്നെ അതാ ഇങ്ങനെ ത്രെഡ് പുറത്തോട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ആ ത്രെഡിനെ ബാക്കി വന്നതിനെ ഉള്ളിലോട്ടാക്കി അതവിടെ കട്ട് ചെയ്ത് കളയാം. അതിനെവിടെ വേണമെങ്കിലും കയറ്റാം. നിങ്ങൾക്ക് എവിടെയാണ് പ്രിഫറബിൾ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിനെ കയറ്റി കണ്ടോ, ഇപ്പോൾ കാണാൻ ഭംഗിയായില്ലേ. ഇനിയിപ്പം ബാക്കി വന്ന ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ മിഡിലോട്ട് കുറച്ച് ടൈറ്റാക്കി സൈഡ് 2 ഫ്രീ ആക്കി വിട്ട് അതിനൊരു 2-3 ചുറ്റിയിട്ട് അതിനവിടെ കെട്ടിയിടാം. ഇപ്പോൾ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ മറ്റേ എൻഡില്ലേ അത് 2ഉം കൂടെ കൂട്ടിക്കെട്ടിയാലും മതി. ഞാൻ പക്ഷെ അത് ഓൾറെഡി കട്ട് ചെയ്തു. അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ഇതിനെ ഒറ്റക്കെടുത്ത് അവിടെ ടൈറ്റ് ചെയ്യേണ്ടി വരും. ആ ത്രെഡിനെ അങ്ങനെ എടുത്ത് ആ ത്രെഡ് ഇളകി കിടക്കുന്നതുകൊണ്ട് ഫുള്ളായിട്ട് അതിൽ കയറിയില്ല. അതാ എനിക്ക് പറ്റി. അതിനങ്ങനെ എടുത്ത് അവിടെ ടൈറ്റൻ ചെയ്താൽ മതിയേ. ഇനിയിപ്പോൾ ഇത് ടൈറ്റൻ ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേത് വെച്ചിട്ട് ഇതിൻ്റെ ടെയിലാക്കും. ബോർഡ് 2 ടെയിൽ അത്
കൂടി ഇതേപോലെ അവിടെ കെട്ടിയിട്ടാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ജസ്റ്റ് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതവിടെ കെട്ടി, കണ്ടില്ലേ? ഇനി അത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റേ നമ്മളെ പെയറില്ലേ നേരത്തെ ഉണ്ടാക്കി വെച്ച് അതിനെ എടുത്ത് മിഡിൽ ബെൻഡ് ചെയ്യുക. അതിൻ്റെ ഇങ്ങനെ എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ അത് ഉള്ളിലോട്ടാക്കി വെക്കാം. ഉള്ളിലോട്ട് പറ്റുന്ന പോലെ കയറ്റിയിട്ട് അതിനെ ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മിഡിൽ അതിനെയും കളഞ്ഞു. എപ്പോഴും എന്ത് വർക്ക് പ്രൊജക്റ്റ് ചെയ്താലും അവസാനം ഒരു ചെയിൻ വെച്ചിട്ട് വേണം ഫിനിഷ് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് ഇളകിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം അതിനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇനി എന്താക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ മിഡിലേക്കൂടെ ബെൻഡ് ചെയ്യുക. രണ്ട് എഡ്ജും കൂടെ ഈക്വലാക്കണേ. രണ്ട് സൈഡും ഈക്വലാക്കി അതിനെ ബെൻഡ് ചെയ്ത് ഇതിനെ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബട്ടർഫ്ലൈയുടെ അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഇനി രണ്ടിനും കൂടെ ഒരു ത്രെഡ് വെച്ചിട്ട് ഫുൾ കറക്കാം. മാക്സിമം ടൈറ്റ് ആക്കണേ. എന്നിട്ട് രണ്ടും കൂടെ അങ്ങ് കെട്ടിയാൽ മതി. ടൈറ്റായിട്ട് കെട്ടാം. രണ്ട് സൈഡും ടൈറ്റായിട്ട് അങ്ങോട്ട് കെട്ടും. ഇത്രയേ ഉള്ളൂ. ഇതാണ് മെയിനായിട്ടുള്ള പരിപാടി. ഇത് അങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഇത്രയും സിമ്പിളായിട്ടുള്ള പ്രൊജക്റ്റാണിത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കീ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാഗിനോ അല്ലേ ഹെയർ ക്ലിപ്പില്ലേ, ഹെയർ ക്ലിപ്പിനൊക്കെ ഇത് ചെയ്യാനാണെങ്കിൽ സുഖം. ജസ്റ്റ് ഇതിന് കുറച്ച് ഗമ്മാക്കി ഏതെങ്കിലും ഒരു പ്ലെയിനായിട്ട് ക്ലിപ്പിൽ ഇതാക്കുമോ കെട്ടിയിടുമോ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഡ്രസ്സിന് ഫാഷനാക്കിയിട്ട് വേണമെങ്കിൽ വെക്കാം. അങ്ങനെ ഏത് ടൈപ്പ് വേണമെങ്കിലും വെക്കാം. എന്നിട്ട് ഈ രണ്ട് എഡ്ജും കൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം, എന്നാലേ അതിൻ്റെ ആ ലുക്ക് വരും. ഉണ്ടോ? ഇതായിരിക്കും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഇതിപ്പോൾ സൈസ് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ആക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.